തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരനെതിരെ കേസെടുത്ത് പുലിവാല് പിടിച്ചിരിക്കുകയാണ് പോലീസ്. 1989 തിരഞ്ഞെടുപ്പ് രേഖകൾ കൈവശമില്ലെന്ന് ജില്ലാ ഭരണകൂടം അന്വേഷണ സംഘത്തിന് മറുപടി നൽകിയിരിക്കുകയാണ്. ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ വേറെയാണ് നോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയാത്ത ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അത് തരരുത് നമ്മുടെ കയ്യിൽ. നമ്മൾ ചെയ്താലെന്താ, നേരിട്ട് പോസ്റ്റ് ചെയ്തു. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൊണ്ടത് ലേശം ഭാവനയെ കലർത്തി പറഞ്ഞു. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്റല്ലെങ്കിൽ ഒരു ബാലറ്റും തുറന്നു നോക്കിയിട്ടില്ല, ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാൻ അതിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. 10,000 രൂപ വേണം ആ കോളനി കൊടുക്കാൻ. ഞാൻ 10 പൈസ കൊടുക്കുന്നു, അതിൻ്റെ ആവശ്യമില്ല. ബാലറ്റ് പേപ്പർ തിരുത്തിയിട്ടില്ലെന്ന് 24 മണിക്കൂറിനകം തിരുത്തിയെങ്കിലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജി സുധാകരനെതിരെ സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും ജനപ്രാതിനിധ്യ നിയമത്തിലെയും ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ചുമത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ ബാലറ്റും മറ്റും ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന് പോലീസ് കത്തു നൽകി. എന്നാൽ രേഖകൾ പിറ്റേ വർഷം തന്നെ തീയിട്ട് നശിപ്പിച്ചെന്നും അതാണ് രീതിയെന്നുമാണ് മറുപടി ലഭിച്ചത്. തുടർന്ന് അന്ന് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ജി സുധാകരനെ ഉടൻ ചോദ്യം ചെയ്യില്ല. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ പോലീസ് അനാവശ്യ ധൃതി കാട്ടിയെന്ന അഭിപ്രായം ജി സുധാകരനുണ്ട്. എന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും പതിവായി പ്രതിസന്ധിയിലാക്കുന്ന ജി സുധാകരനെ നിലയ്ക്ക് നിർത്തണമെന്ന നിലപാടാണ് ജില്ലാ നേതൃത്വത്തിലെ ഭൂരിഭാഗത്തിനും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.